സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് വെള്ളയിൽ 40-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ്. ഈ മാസം 6-നാണ് തോണിച്ചാൽ സ്വദേശി അസീം മരിച്ചത്. മരണത്തിൽ കുടുംബം സംശയം പ്രകടിപ്പിച്ചതോടെയാണ് ഖബർ തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. സത്യം പുറത്തുവരണമെന്ന് അസീമിന്റെ കുടുംബം പ്രതികരിച്ചു. ആരാണ് എന്താണെന്നുള്ളതും തിരിഞ്ഞു കിട്ടണം എനിക്ക്, അത്രേ ഉള്ളൂ. ഇവന്റെ കണ്ണും മേടിച്ച് കുടിച്ച് നടക്കുന്ന ആൾക്കാർ എന്നെ ചെയ്തതാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് പറയാൻ കഴിയില്ല. ഇവന്റെ കൂട്ടത്തിൽ ഇവനെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് മറ്റുള്ള കമ്പനിക്കാരെ കൊണ്ടുപോയി കുടിപ്പിക്കലാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് 10-200 ചോദിച്ചാൽ പറയും എൻ്റെ പേരെടുത്ത് പറയും കൊണ്ടായി കൊടുക്കാനും പറയും. 2 കുടുംബം നോക്കണം, ഞാൻ എന്നാലും ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ എൻ്റെ കുട്ടിയൊക്കെ എൻ്റെ പേരെ കുട്ടികളല്ലേ. ഇവർ ഞാൻ ജീവിച്ചിരിക്കുന്ന ആരംഭം മറ്റൊരുത്തൻ്റെ കഞ്ഞിയുടെ വെള്ളത്തിന് പോരെന്നുള്ള നിർബന്ധക്കാരനാണ് ഞാൻ. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ അല്ലെ? ആ ഒരു ചിന്ത ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നുള്ള അറിയില്ല ഞങ്ങൾക്ക്. സത്യത്തിൽ നമ്മൾ കണ്ടിട്ടുമില്ല, അത്രേ ഉള്ളൂ എനിക്ക് പ്രശ്നം. സംശയം എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ഞിൻ്റെ അവിടെ ഒരു പാടുണ്ടായിരുന്നു, പിന്നെ കൈയിന് വലത്തെ കൈയിൻ്റെ മസിലിൻ്റെ അവിടെ ഒരു ചുവന്ന അടിയാളം, മുഖത്ത് 2 പാടും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ? ആ, അങ്ങനെയാണ് പോലീസിന് കേസ് എടുത്തത്. പിന്നെ തലയിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഈ ആശുപത്രി ചെന്ന ശേഷം എങ്ങനെയായിരുന്നു? കണ്ണ് തുറക്കണില്ല, സംസാരിക്കണമില്ല, അല്ലെങ്കിൽ ശ്വാസം വലിക്കണുണ്ട്, കൈ പൊക്കണുണ്ട്, അത്ര പറ്റണുള്ളൂ. സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതാണ്. ആ, സർജറിക്ക് ഒരുക്കം എടുത്തിട്ട് മുടി ഷേവ് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് റെഡ് ഏരിയയിലേക്ക് കൊണ്ടുപോകണത്. സ്ട്രക്ചറിൽ തന്നെ സ്പീഡിൽ കൊണ്ടുപോയി. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഷോക്കായിട്ടിരുന്ന് അങ്ങനെ തന്നെ ഇരുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അസീമിന്റെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം കുടുംബം സംശയം പ്രകടിപ്പിച്ച് പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് കുടുംബത്തിന്റെ പരാതിയിലുള്ളത്? ആരിലേക്കാണ് ഈ സംശയം നീളുന്നത്? പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ടോം, തിരുവോണത്തിന്റെ അന്നാണ് ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അസീം ഒരു സുഹൃത്തിനൊപ്പം മദ്യപിച്ച നിലയിൽ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ അങ്ങേയറ്റം അവശനായ ഒരു അവസ്ഥയായിരുന്നു. സാധാരണഗതിയിൽ മദ്യപിക്കുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലൊക്കെ വീട്ടിൽ അസീം എത്താറുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു വരവാണ് ഇത്തവണയും ഉണ്ടായത് എന്ന ഒരു തോന്നലാണ് വീട്ടുകാർക്കുണ്ടായിരുന്നത്. വീട്ടിൽ വന്ന ശേഷം കിടന്നു. പിന്നീട് രാവിലെ എത്തിയപ്പോഴേക്കും അദ്ദേഹം എഴുന്നേൽക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കുടുംബം നോക്കിയപ്പോഴാണ് അങ്ങേയറ്റം അവശ നിലയിൽ അസീമിനെ കാണുകയും ചെയ്യുന്നത്. തുടർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്നും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. അവിടെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നു എന്നാണ് ഈ CT സ്കാൻ എടുത്തപ്പോൾ വ്യക്തമായത്. ഇതേ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിക്കുകയും ഈ തലയിലെ മുടിയൊക്കെ അടക്കം നീക്കം ചെയ്ത് ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുകയും റെഡ് ഏരിയയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഏതാണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ മൃതശരീരം കുടുംബത്തിന് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടത്തണമെന്ന ഒരു ആവശ്യം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഒരു നിർദ്ദേശം നൽകിയില്ല. കുടുംബത്തിനും അത് പ്രത്യേകിച്ചും ഭാര്യയ്ക്കൊന്നും വലിയ ഒരു താല്പര്യമുണ്ടായില്ല. എന്തായാലും അസുഖം വന്ന് മരിച്ചതുപോലെ ഈ പെട്ടെന്നുള്ള ഹൃദയാഘാതം പോലുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും സംഭവിച്ചെന്നൊരു കണക്കൂട്ടിലാണ്. അതുകൊണ്ട് ശരീരം കീറി മുറിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഭാര്യയും എത്തി. പെട്ടെന്ന് പക്ഷേ അതേക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ പിന്നീട് അവിടെ നടന്നില്ല. 1.5 മണിക്കൂറിനുള്ളിൽ മൃതശരീരം വിട്ടു നൽകുകയും 7-ാം തീയതി രാവിലെ തന്നെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയും സംസ്കാര ചടങ്ങുകൾ നടക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഇതിനുശേഷമാണ് പിന്നീട് ചില സംശയങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഊരുന്നത്. നേരത്തെ അസീമിൻ്റെ മകൻ പറഞ്ഞതുപോലെ ഈ നെഞ്ചിൽ, കയ്യിൽ, തലയിലൊക്കെ ചില പാടുകൾ, ആ പാടുകളിലൊരു ദുരൂഹത കുടുംബത്തിന് തോന്നുകയായിരുന്നു. ഒപ്പം ഈ മറ്റ് ചില സുഹൃത്തുക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും ഈ കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇതൊരു മരണമല്ല, മറിച്ച് ഈ മദ്യപിച്ച് ലക്ക് കെട്ട ശേഷമുണ്ടായ ചില പ്രശ്നങ്ങളാണ്, അതാണ് ഈ മരണത്തിലേക്ക് കലാശിക്കപ്പെട്ടത്. ഗുരുതരമായൊരു മർദ്ദനത്തിന് ഇയാൾ ഇരയായി എന്നടക്കമുള്ള ചില സൂചനകൾ കുടുംബത്തിന് ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണകാരണം എന്ന് കണ്ടെത്തണം എന്ന ഒരു ആവശ്യത്തിലേക്ക് കുടുംബം എത്തിയത്. നമുക്കറിയാം, സംസ്കാര ചടങ്ങുകൾ നടന്നിട്ട് കേവലം 4 ദിവസങ്ങൾ മാത്രമാണ് ഇന്നേക്ക് ആവുന്നത്. ഈ കോനാട്ട് തന്നെയുള്ള ഒരു പള്ളിയിൽ ജുമാ മസ്ജിദിന്റെ അതിനു മുൻപ് അത്തരമൊരു പരാതി കുടുംബത്തിൽ ഇല്ലായിരുന്നോ? മാത്രമല്ല, അനീഷ് ഇപ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിന്റെ പരാതിയിൽ ഒരു മർദ്ദനമേറ്റാണ് അസീം മരിച്ചതെന്ന് പറയുന്നുണ്ട്. ആരാണ് മർദ്ദിച്ചതെന്ന് ഉള്ള ഒരു സൂചനകൾ
അല്ലെങ്കിൽ അതിന്റെ പരാതിയിൽ അങ്ങനെ ആരുടെങ്കിലും പേരുകൾ ഇവർ സൂചിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞിട്ടല്ല പരാതിയിൽ പറയുന്നത്. ഈ വീട്ടിലേക്ക് മദ്യപിച്ച് ലക്കുകെട്ട ശേഷം കൂട്ടിക്കൊണ്ടു വന്നത് ഈ സാഹിർ എന്ന ഒരു അയൽവാസിയും ഈ കുടുംബത്തിൻ്റെയൊക്കെ ഒരു ബന്ധുവുമായ യുവാവാണ്. ആ യുവാവ് പറയുന്നത് വഴിയിൽ നിന്ന് കണ്ടപ്പോൾ താൻ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നാണ് ആ യുവാവ് പറയുന്നത്. പക്ഷേ നേരത്തെയും പലപ്പോഴും ഇതുപോലെ മദ്യപിച്ചൊക്കെ ഒരുപാട് അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ലക്കുകെട്ട നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ഈ യുവാവ് തന്നെ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരാറുണ്ട്. ഈ ഇരു കുടുംബവും തമ്മിൽ നല്ല ബന്ധമുള്ള കുടുംബവുമാണ്. അതുകൊണ്ട് ഇയാൾ കൊണ്ടുവന്നു എന്ന വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ കുടുംബത്തിലെ ഭാര്യയ്ക്ക് മറ്റുമൊക്കെ പങ്കുവെക്കാനുള്ളത്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ യുവാവിന് എന്തെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ യുവാവ് ഇയാളെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? ഇനി അബദ്ധത്തിൽ വഴിയിലോ മറ്റും വീണുപോയതാണോ, അല്ലെങ്കിൽ മദ്യപിച്ച് അബോധാവസ്ഥയിലായപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ച മാറ്റങ്ങളാണോ? അത്തരം പല പല കാര്യങ്ങൾ ആണ് ഈ സംശയത്തിൻ്റെ മുനയിലേക്ക് നീങ്ങിയത്. എന്തായാലും തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് എന്ന് ഈ സ്കാനിങ്ങിലടക്കം വ്യക്തമായിരുന്നു. ആ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചില സുഹൃത്തുക്കൾ വഴിയൊക്കെ നടത്തിയ അന്വേഷണത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി എന്ന് മനസ്സിലാവുന്നു. പക്ഷേ അതേക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം കുടുംബത്തിനില്ല. നേരത്തെ നമ്മളോട് സംസാരിച്ചത് ഈ അസീമിൻ്റെ ഭാര്യാപിതാവാണ്. ഭാര്യാപിതാവ് പറയുന്നത് ഒരുപാട് ആളുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ചും ഈ മദ്യപാന സദസ്സുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതൽ ആളുകളുമായി ഇടപഴകുന്നത്. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന കൂലിയൊക്കെ കൃത്യമായി വാങ്ങുന്ന ഒരാളാണ്. കൂലിക്ക് ഈ പണിക്ക് പോയാൽ അതിൽ നിന്നുള്ള പണമൊക്കെ ഉപയോഗിച്ച് ഈ കൂട്ടത്തിലുള്ള ആളുകൾ പലപ്പോഴും മദ്യപിക്കാൻ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് അത്തരം ഏതെങ്കിലും മദ്യപാന സദസ്സിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു വേർപാടുണ്ടായപ്പോൾ, അതായത് സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലും ചെറിയ തോതിൽ മദ്യപിച്ചൊക്കെ വീട്ടിലെത്തുന്ന ആൾ അല്പം മദ്യം കൂടിപ്പോയി. അന്ന് നബിദിനവും ഓണാഘോഷവും ഒരുമിച്ച് നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് കൂട്ടുകാരോടൊപ്പം അല്പം കൂടുതൽ മിനുങ്ങിയിരിക്കാം എന്ന ഒരു ചിന്തയിലൊക്കെയാണ് കുടുംബം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ടായ എന്തെങ്കിലും ശാരീരിക അവസ്ഥയായിരിക്കും മരണത്തിലേക്ക് നയിച്ചതെന്നൊരു നിഗമനത്തിൽ അവർ എത്തുകയും ചെയ്തു. അതാണ് ആദ്യ ദിവസം വലിയ ഒരു സംശയത്തിലേക്ക് നീങ്ങാതിരിക്കുകയും മൃതദേഹം സംസ്കരിക്കാനുള്ള മുൻകൈ എടുക്കുകയൊക്കെ കുടുംബം ചെയ്തു. പക്ഷേ പിന്നീടാണ് ഇത്തരം ചില സൂചനകളും ഇത്തരം അവ്യക്തമായ ചില വിവരങ്ങളും കുടുംബത്തിന് ലഭിക്കുകയും ഇതിന്മേൽ ഒരു നടപടി വേണം, അല്ലെങ്കിൽ എന്താണ് മരണകാരണം എന്ന് കൃത്യമായി അറിയണമെന്ന ഒരു ആവശ്യത്തിലേക്ക് അവർ നീങ്ങുകയും ചെയ്തു. എന്തായാലും പോലീസ് ഈ എക്സിമേഷൻ, അതായത് ഈ മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധനകൾ നടത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വരുന്നു. ഒരുപക്ഷെ ഇന്ന് അതിനുള്ള ഉത്തരവ് എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വൈകിയതിനാൽ നാളത്തേക്ക് ഈ മൃതദേഹം ഖബർസ്ഥാൻ തുറന്നുള്ള പരിശോധന നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് വിദഗ്ധരെയും എന്താണ് അസീമിന് സംഭവിച്ചതെന്ന് അറിയണം. കുടുംബം ആവശ്യപ്പെടുന്ന പോലെ സത്യം പുറത്തു വരണം. അതിനുവേണ്ടിയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.